എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്നുള്ളതും അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡുകൾ എന്താണ് എന്നുള്ളതുമൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ എന്താണ് സ്പെക്ട്രോസ്കോപ്പി കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, സോ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെക്ട്രോസ്കോപ്പി ഈസ് ദി സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് മാറ്റർ. അതായത് ഒരു മാറ്ററും അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് ജനറലി പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് റിവീൽസ് ദി ഇൻസൈറ്റ് ഇൻ ടു മോളിക്യുലാർ സ്ട്രക്ചർ. ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും മാറ്ററും തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിവീൽസ് ദി ഇൻസൈറ്റ് ഇൻ ടു മോളിക്യുലാർ സ്ട്രക്ചർ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ആ ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടോ എന്നും അതുപോലെ തന്നെ അതിന്റെ മോളിക്യുലാർ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളതും അതുപോലെ അതിന്റെ ബോണ്ട് ലെങ്ത്, ബോണ്ടിന്റെ സ്ട്രെങ്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൈക്ക് ഇറ്റ്സ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്രാഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എ എന്ന് പറയുന്ന ഒരു സാമ്പിൾ ഉണ്ടെന്ന് കരുതുക. ഈ സാമ്പിളിനകത്തേക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് പതിക്കുകയാണെന്ന് വിചാരിക്കുക. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്ന് പതിക്കുകയാണെന്ന് കരുതുക. ഇത് വന്ന് പതിക്കുന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ എന്താണ്? ആ ഔട്ട്പുട്ടിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സാമ്പിൾ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച എ എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ ഇന്റേണൽ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ പഠിക്കുന്നതിന് ഈ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബേസിക്കലി സ്പെക്ട്രോസ്കോപ്പി എന്ന് ജനറലി പറയുന്നത് എന്ന കാര്യം ഓർത്തു വെച്ചുകൂടാ. ഓക്കെ, ഇതാണ് സ്പെക്ട്രോസ്കോപ്പി കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി ഇതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് എക്സ്പെരിമെന്റൽ ടെക്നിക് യൂസ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ദി ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾ. ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും ലൈക്ക് അതിന്റെ ബോണ്ട് ലെങ്ത്, ബോണ്ട് സ്ട്രെങ്ത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, then spectroscopy helps to analyze molecular characteristics such as bond length. ഞാൻ നേരത്തെ പറഞ്ഞു, സ്പെക്ട്രോസ്കോപ്പി കൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അനലൈസ് ചെയ്യുന്നത് ബോണ്ട് ലെങ്ത് ആണ്, അതുപോലെ തന്നെ ബോണ്ട് ആംഗിൾ, ബോണ്ട് സ്ട്രെങ്ത്. അതായത് ആ ഒരു മെറ്റീരിയലിനെ നമ്മൾ ഉപയോഗിക്കുന്ന മോളിക്യൂളിന്റെ ഇന്റേണൽ സ്ട്രക്ചറുകളെ കുറിച്ചോ അതല്ലെങ്കിൽ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചോ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ആൻഡ് ഇവിടെ നോക്കുക, പ്രൊവൈഡിങ് ക്രിട്ടിക്കൽ ഡാറ്റ ഫോർ അണ്ടർസ്റ്റാൻഡിങ് കെമിക്കൽ ബിഹേവിയർ. ഒരു മോളിക്യൂള് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, കെമിക്കലി ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? ഈ പറയുന്ന സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡുകളിലൂടെയാണ്. So, different branches of spectroscopy exist, each focusing on unique aspects of interaction between electromagnetic radiation and matter, enhancing our understanding of material. ഇപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവിടെ എന്താ പറയാ, റൊട്ടേഷണൽ സ്പെക്ട്രം ഉണ്ട്, അതുപോലെ തന്നെ വൈബ്രേഷണൽ സ്പെക്ട്രം ഉണ്ട്, രാമൻ സ്പെക്ട്രം ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെക്ട്രോസ്കോപ്പിക് ബ്രാഞ്ചുകൾ ഉണ്ട്. അപ്പോൾ ഓരോ ബ്രാഞ്ചുകളും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ പലതരത്തിൽ ഒരു മെറ്റീരിയലിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സ്പെക്ട്രോസ്കോപ്പിയുടെ വ്യത്യസ്തമായ ബ്രാഞ്ചുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെക്ട്രോസ്കോപ്പി കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതായത് എന്താണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ? സ്പെക്ട്രോസ്കോപ്പി ഈസ് ദി സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് മാറ്റർ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും അതുപോലെ തന്നെ
മാറ്ററും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്, നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ അതിന്റെ ബോണ്ട് ലെങ്ത്, ബോണ്ട് സ്ട്രെങ്ത്, ബോണ്ട് ആംഗിൾ തുടങ്ങിയിട്ടുള്ള, അതുപോലെ അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എങ്ങനെയാണ്, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്, സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ എന്നുള്ളതാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് വരുന്ന റേഡിയേഷനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻവോൾവ്സ് ദി ഇന്ററാക്ഷൻ ഓഫ് എനർജി ക്യാരിയിങ് വേവ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്കിൽ ഇത് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് ആയിട്ട് നമുക്ക് പറയാം. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനകത്ത് ആരൊക്കെ ഉണ്ടാകും, അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റും ഉണ്ടാവും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ് ഉണ്ടാവും. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എനർജി ക്യാരിയിങ് വേവുകളാണ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എനർജി ക്യാരി ചെയ്യുന്നതിനെയാണ് നമ്മൾ വേവ്സ് എന്ന് ജനറലി പറയുന്നത്. അത്തരത്തിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റും മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റും ഉള്ള റേഡിയേഷനുകളെയാണ് അല്ലെങ്കിൽ എനർജി ക്യാരിയിങ് വേവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then light and other forms of radiant energy propagate through space in the form of wave. നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ലൈറ്റ് പോലുള്ള റേഡിയേഷനുകളൊക്കെ തന്നെ സ്പേസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത് ഏത് ഫോമിലാണ്, വേവ് ഫോമിലാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത്. അപ്പോൾ വേവ് ഫോമിൽ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്ന ഈ പറയുന്ന ലൈറ്റ് പോലുള്ള റേഡിയേഷനുകൾക്ക് എന്തൊക്കെയുണ്ട്, അതിന് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റും ഉണ്ട് അല്ലെ. അവർക്ക് these wave have electric and magnetic field associated with them. Such waves are called electromagnetic radiations. ഓക്കെ, അത്തരത്തിലുള്ള വേവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിക്കലി പറയുകയാണെങ്കിൽ എനർജി ക്യാരിയിങ് വേവ് ആണ്. ആ എനർജി ക്യാരിയിങ് വേവിന് എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡിന്റെയും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെയും കമ്പോണന്റുകൾ ഉണ്ട്. ആൻഡ് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റും മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റും എന്തായിരിക്കും, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റും മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റും ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുണ്ടാവുന്നത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എനർജി ക്യാരിയിങ് വേവുകളെയാണ് നമ്മൾ ബേസിക്കലി എന്ത് എന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് ജനറലി പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഓക്കെ, സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ള, അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ പ്രധാനമായിട്ട് ഇതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് നമ്മൾ ചെറിയ ചെറിയ ടേമുകൾ വെച്ചിട്ടാണ്. ലൈക്ക് ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വെലോസിറ്റി, വേവ് നമ്പർ, ഇങ്ങനെയുള്ള ടേമുകൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ എപ്പോഴും ക്യാരക്ടറൈസ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ടേമുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ്, ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്താ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദി മാക്സിമം ഹൈറ്റ് ഓഫ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് വേവ് ഫ്രം ഇറ്റ്സ് സെൻട്രൽ പൊസിഷൻ അല്ലെ. അതായത് ഇപ്പൊ നമുക്കൊരു വേവിനെ ഞാൻ ഇവിടെ വരയ്ക്കാന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു വേവ് ഉണ്ട്, ഇപ്പൊ ഇങ്ങനെ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവാന്ന് കരുതുക. സോ അതിന്റെ സെൻട്രൽ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, അത് മുകളിലേക്കും ഉണ്ടാവും താഴേക്കും ഉണ്ടാവും. രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സെൻട്രൽ പോർഷനിൽ നിന്ന് മുകളിലേക്കുള്ള മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഓസിലേഷന്റെ ഒക്കെ കേസ് എടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ബോബ് ഞാൻ ഇവിടെ തൂക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ ഈ ബോബ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു, അതായത് മാക്സിമം ഇത്ര ദൂരമാണ് പോകുന്നതെന്ന് കരുതുക ഈ സൈഡിലേക്ക്. സോ അങ്ങനെയാണെങ്കിൽ ഈ അതിന്റെ ഈ റെസ്റ്റിലുള്ള പൊസിഷനാണ് നമ്മൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം. സോ ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് മാക്സിമം ഒരു സൈഡിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണോ അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് സാധാരണ വേവിന്റെ കേസിൽ പറയാറുള്ളത്. വേവ് മോഷന്റെ അല്ലെങ്കിൽ ഓസിലേഷന്റെ കേസിൽ നമ്മൾ പറയാറുള്ളത്. അതേ കൺസിഡറേഷൻ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ, നമ്മളൊരു വേവ് കൺസിഡർ ചെയ്യുന്ന സമയത്ത്
ഓക്കെ, നമ്മളൊരു വേവ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതാണ് നമ്മുടെ വേവ് എന്ന് കരുതുക. ഈ വേവിന് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. സോ വേവിന്റെ പോസിറ്റീവ് സൈഡിന് നമ്മൾ എന്തെന്നാ പറയാ, ക്രസ്റ്റ് എന്നാ പറയാ. അതേപോലെ തന്നെ ഈ നെഗറ്റീവ് സൈഡിന് നമ്മൾ ട്രഫ് എന്നാ പറയാ. ക്രസ്റ്റും ഉണ്ട് ട്രഫും ഉണ്ട് ഒരു വേവിനെ സംബന്ധിച്ചിടത്തോളം. സോ ഈ ക്രസ്റ്റിനെയും ട്രഫിനെയും വെച്ചിട്ടാണ് നമ്മൾ വേവിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ക്രസ്റ്റിന്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് ക്രസ്റ്റിന്റെ മാക്സിമം മുകളിലേക്കുള്ള മാക്സിമം ഹൈറ്റ് എത്രയാണോ അതാണ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. എ വെച്ചിട്ടാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ എപ്പോഴും ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു വേവിന്റെ മാക്സിമം ഹൈറ്റ്, അതായത് അതിന്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് ഓർ റെസ്റ്റിലുള്ള പോർഷനിൽ നിന്ന് മാക്സിമം ഹൈറ്റിലേക്ക് വരുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ്, മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓസിലേഷന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വേവിന് ഒരു സൈഡിലേക്ക് ഉണ്ടാവുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്താണോ അതാണ് നമ്മളുടെ ഓസിലേഷന്റെ കേസിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വേവ് മോഷൻ ഇവിടെ ഇങ്ങനെയാണല്ലോ, ഈ രീതിയിലാണല്ലോ. അപ്പോൾ ആ വേവ് മോഷനിൽ എന്താ നമുക്ക് പറയാൻ പറ്റുക, അതിന്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് മാക്സിമം ഹൈറ്റ് ഏത് പോയിന്റിലേക്കാണോ ഉള്ളത് ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വേവ് ഇങ്ങോട്ടേക്കും കൂടി ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോർഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനുള്ള പോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്തുണ്ടാകും, ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാകും. ഓക്കെ, മുകളിലേക്കും ഉണ്ട് താഴേക്കും ഉണ്ട്, രണ്ട് ഭാഗത്തേക്കും ക്രസ്റ്റിനും ട്രഫിനും എന്തുണ്ട്, ഈ പറയുന്ന ആംപ്ലിറ്റ്യൂഡ്, അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്താണോ ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്, ഇറ്റ് ഷോസ് ഹൗ സ്ട്രോങ് ഓർ ഇന്റൻസ് ദി വേവ്. ഒരു വേവിന്റെ ഇന്റൻസിറ്റി എത്രയാണ്, ഒരു വേവിന്റെ ഇന്റൻസിറ്റി എത്രയാണ്, അല്ലെങ്കിൽ ആ വേവ് എത്ര സ്ട്രോങ് ആണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ്. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഇന്റൻസിറ്റി ഓഫ് വേവ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറയും. ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ച് കൊണ്ട് അതിന്റെ ഇന്റൻസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സോ ആംപ്ലിറ്റ്യൂഡ് എന്താണോ ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആയിരിക്കും എന്ത് എന്ന് പറയുന്നത്, ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എത്രയേ ഉള്ളൂ, ആ വേവ് എത്ര സ്ട്രോങ് ആണ്, ആ വേവിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, അതിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. അത് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആംപ്ലിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത്. അപ്പൊ ഒരു വേവിന്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന്, സെൻട്രൽ പൊസിഷനിൽ നിന്ന് അതിനകത്തേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസിനെയാണ്, മുകളിലേക്കുള്ള മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആ വേവ് എത്രത്തോളം ഇന്റൻസ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. അതിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ടേം എന്താണ്, നമുക്ക് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആളാണ്, വേവ് ലെങ്ത് ആണ്. സോ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ക്രസ്റ്റും ട്രഫും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചിരുന്നു. ഒരു വേവ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ വേവ് എന്ന് കരുതുക. വേവിന്റെ ഈ അപ്പർ പോർഷനാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്, ലോവർ പോർഷനാണ് നമ്മൾ ട്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ ക്രസ്റ്റുകൾ, രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും, ഇപ്പൊ ഇവ തമ്മിലൊരു ദൂരം ഉണ്ടാവുമല്ലോ, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് നമ്മൾ പറയുന്നത്. ഓർ അതിനേക്കാൾ എളുപ്പമുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും, ഒരു ക്രസ്റ്റും ഒരു ട്രഫും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത് എന്ന് പറയുന്നത്, നമുക്ക് അവിടുത്തെ വേവ് ലെങ്ത് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഒരു ക്രസ്റ്റും ഒരു ട്രഫും തമ്മിലുള്ള അകലത്തിനെ നമുക്ക് എന്ത് പറയാം, അടുത്തടുത്തുള്ള ക്രസ്റ്റും ട്രഫും, ഓർ അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ഒരു സെയിം പോയിന്റിൽ നിന്നുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് ജനറലി പറയുന്നത്. ഓക്കെ, ദ വേവ് ലെങ്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്, ലാംഡ വെച്ചിട്ടാണ് നമ്മൾ വേവ് ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ലാംഡ വെച്ചിട്ടാണ് നമ്മൾ വേവ് ലെങ്തിനെ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യാറുള്ളത് എന്ന കാര്യം ഓർത്ത് വെച്ചോളാം. ലാംഡയാണ് നമ്മുടെ വേവ് ലെങ്തിന്റെ റെപ്രസെന്റേഷൻ സിമ്പിൾ എന്ന് പറയുന്നത്. ദെൻ യൂഷ്വലി അതിന്റെ യൂണിറ്റ് എന്താണ്, നാനോമീറ്ററിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് വേവ് ലെങ്തിന്റെ യൂണിറ്റ് നമ്മൾ
പറയാറുള്ളത് നാനോമീറ്റർ. ഇപ്പോൾ വിബ്ജിയോ വിസിബിൾ ലൈറ്റിന്റെ ആണെങ്കിൽ നമ്മൾ പറയാറുള്ളത് 400 to 700 നാനോമീറ്റർ ആണ് നമ്മൾ അതിന്റെ ഒരു വേവ് ലെങ്ത് റേഞ്ച് നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത്. അപ്പൊ നാനോമീറ്ററിലാണ് സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ളത്. ഇതല്ലാതെ തന്നെയും മീറ്ററിൽ പറയാറുണ്ട്, ആങ്സ്ട്രത്തിൽ പറയാറുണ്ട്. ഇങ്ങനെ പല പല യൂണിറ്റുകളിൽ നമ്മൾ എന്ത് പറയാറുണ്ട്, നമ്മുടെ വേവ് ലെങ്തിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. പക്ഷെ യൂഷ്വലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നാനോമീറ്ററിലാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും മുകളിലൊരു ക്വസ്റ്റ്യൻ ബാക്കി ഉണ്ടാകും, ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളത്. ആംപ്ലിറ്റ്യൂഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ദി മാക്സിമം ഹൈറ്റ് ഓർ മാക്സിമം ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഡിസ്റ്റൻസിന് നമ്മൾ മെഷർ ചെയ്യാറുള്ളത് മീറ്ററിലാണ്. അപ്പോൾ മീറ്റർ തന്നെയാണ് ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ്, പ്രാക്ടിക്കൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് നാനോമീറ്റർ ആണ് സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് വേവ് ലെങ്ത്? വേവ് ലെങ്തിനെ നമ്മൾ ലാംഡ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡിനെ എ വെച്ചിട്ടാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. സോ വേവ് ലെങ്ത്തിന്റെ ഡെഫിനിഷൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ് ഓർ ട്രഫ് ഓഫ് എ വേവ്. ഒരു വേവിന്റെ ക്രസ്റ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ ട്രഫുകൾ തമ്മിലോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ക്രസ്റ്റും ട്രഫും തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് ജനറലി പറയുന്നത്. ഇപ്പോൾ ഇതാണ് ഒരു വേവ് എങ്കിൽ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് വരയ്ക്കാമെങ്കിൽ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, അവിടുത്തെ വേവ് ലെങ്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർ ലാംഡ വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ ആണല്ലോ. സോ വേവ് ലെങ്ത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എഫ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്, ന്യൂ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. സാധാരണ പല പുസ്തകത്തിൽ പല തരത്തിലാണ് ഇതിന്റെ ഡിനോട്ടിങ് ലെറ്റേഴ്സിനെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ചിലതിൽ എഫ് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ചിലതിൽ ന്യൂ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ പറയാറുള്ളത് ന്യൂ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ന്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്തിനാ പറയുന്നത്, ഫ്രീക്വൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ നമ്പർ ഓഫ് വേവ്സ് വിച്ച് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ഇൻ 1 second ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഒരു പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ എത്ര വേവുകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, എത്ര നമ്പർ ഓഫ് വേവുകൾ പോകുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസിനെ കുറച്ചുകൂടി നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന ഓസിലേഷന്റെ കേസിലാണ്. ഇപ്പൊ നോക്കുക, ഇപ്പോൾ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോബ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഈ ബോബ് ഓസിലേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. സോ ഒരു സെക്കൻഡിൽ 10 ഓസിലേഷൻ ആണ് അവിടെ നടക്കുന്നതെന്ന് വിചാരിക്കാം. ഒരു സെക്കൻഡിൽ 10 ഓസിലേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ആണ് നമുക്ക് പറയാൻ പറ്റും, 10 എന്ന് പറയാൻ പറ്റും. എങ്ങനെ, നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ടായി എന്നുള്ളതാണ് ഓസിലേഷന്റെ കേസിൽ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്ന ടേമിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത്. ആ രീതിയിലാണ്. സിമിലർലി വൈബ്രേഷന്റെ കേസിൽ വരികയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഫ്രീക്വൻസി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേവ്സിന്റെ കേസിൽ നമ്മൾ ഫ്രീക്വൻസി പറയുമ്പോൾ എന്താ പറയാ, നമ്പർ ഓഫ് വേവ്സ് വിച്ച് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ഇൻ 1 second. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ എത്ര വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, എത്ര നമ്പർ ഓഫ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ന്യൂ വെച്ചിട്ടാണ് നമ്മൾ ഫ്രീക്വൻസിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. ആൻഡ് എസ് ഐ യൂണിറ്റ് എന്താണ്, അതിന്റെ ഹേർട്സ് ആണ് അതിന്റെ എസ് ഐ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത് എന്ന കാര്യം ഓർത്ത് വെച്ചോളാം. ഇവിടുന്ന് മേ ബി ഈ രീതിയിൽ ചോദിക്കാം, യൂണിറ്റ് ഒക്കെ തന്നിട്ടേ ചോദിക്കാം, എന്താണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ എന്താണ് പിന്നെ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ആ രീതിയിൽ ഓർത്തിരുന്നോളാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് വേവ്സ് വിച്ച് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ് ഇൻ 1 second. ഒരു പോയിന്റിലൂടെ എത്ര നമ്പർ ഓഫ് വേവ്സ് ഒരു സെക്കൻഡിൽ പോകുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ്, എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ് അതിന്റെ എസ് ഐ യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാരക്ടറൈസ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, ഫ്രീക്വൻസി, ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ടേം എന്താണ്, വെലോസിറ്റി ആണ് നമുക്കിനി നോക്കാനുള്ളത്. വെലോസിറ്റി. സോ വെലോസിറ്റി ഓഫ് എ വേവ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 second. ഒരു സെക്കൻഡിൽ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന ദൂരത്തിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അതെങ്ങനെയാ വന്നതെന്നുള്ളത്, അതെങ്ങനെയാ വന്നിട്ടുണ്ടാവുക, നമുക്കറിയാം. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, അല്ലെ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ ഈ ടൈം 1 second ആയാൽ, വെലോസിറ്റി എന്തായിരിക്കും, വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ആയിരിക്കും, അല്ലെ. സോ ആ രീതിയിലാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. വെലോസിറ്റി ഓഫ് എ വേവ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 second. ഒരു സെക്കൻഡിൽ
വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്തു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെലോസിറ്റി ആയിട്ട് നമ്മൾ ജനറലി പറയുന്നത്. വെലോസിറ്റി ഓഫ് എ വേവ് ഈസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡില് വേവ് എത്ര ദൂരം സഞ്ചരിച്ചു അതിനെയാണ് നമ്മൾ വെലോസിറ്റി ഓഫ് ദി വേവ് ആയിട്ട് നമ്മൾ പറയുന്നത്. യൂണിറ്റ് എന്താണ്? സാധാരണ നമ്മൾ പറയുന്ന മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വെലോസിറ്റിയുടെ യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടേം എന്ന് പറയുന്നത് വേവ് നമ്പർ എന്ന് പറയുന്ന ഒരു ടേം ആണ്. ഈ സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. കാരണം വേവ് നമ്പറിന്റെ ടേമിലാണ് നമ്മൾ എനർജീനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന വേവ് നമ്പറിന്റെ ടേമിലാണ് നമ്മൾ അവിടെ എനർജീനെയൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു ടേം ആണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. വേവ് നമ്പർ. സോ വേവ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, നേരത്തെ നമ്മൾ ന്യൂ വെച്ചിട്ടാണ് ഫ്രീക്വൻസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂ ബാർ വെച്ചിട്ടാണ് നമ്മൾ വേവ് നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ന്യൂ ബാർ. സോ വേവ് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ് എന്തെന്ന് പറയുന്നത് വേവ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്കൊരു വേവ് തന്നിട്ടുണ്ട്, അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു 400 നാനോമീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. ലാംഡ എന്ന് പറയുന്നത് 400 മീറ്റർ ആണ്, 400 നാനോമീറ്റർ ആയിട്ടാണ് തന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് അതിന്റെ വേവ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? 1/λ. ഓക്കെ, 1/400 നാനോമീറ്റർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? സോ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. പ്രൊവൈഡിങ് എ ക്രൂഷ്യൽ പാരാമീറ്റർ ഫോർ അണ്ടർസ്റ്റാൻഡിങ് വേവ് പ്രോപ്പർട്ടി. വേവ് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാരാമീറ്റർ കൂടിയാണ് എന്തെന്ന് പറയുന്നത് വേവ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ ഈ 5 ടേമുകളാണ് ഒരു വേവിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാനുള്ളത്. ഒരു വേവിനെ സംബന്ധിച്ച് ആ വേവിനെ ഡിഫൈൻ ചെയ്യുന്ന 5 ടേമുകളാണ് നമുക്കുള്ളത്. ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റ് ആണ്, അല്ലെ? മാക്സിമം ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെയോ മാഗ്നറ്റിക് ഫീൽഡിന്റെയോ മാക്സിമം ഹൈറ്റ് ആണ് ഫ്രം ഇറ്റ്സ് സെൻട്രൽ പൊസിഷൻ, അതിന്റെ സെൻട്രൽ പൊസിഷനിൽ നിന്ന്. അപ്പൊ നമ്മൾ ഒരു വേവിനെ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഇതിൽ ഒന്നുകിൽ ഇത് ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ് ആയിരിക്കും. നമ്മൾ എളുപ്പത്തിന് ഏതെങ്കിലും ഒന്നാണ് സാധാരണ വരയ്ക്കാറുള്ളത്. അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അടുത്ത കമ്പോണന്റ് ഉണ്ടാവുന്നത്. ഇപ്പോ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് ആണ് എങ്കിൽ ഇതിന് 90 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ് ഉണ്ടാവുക. സോ ഇതിന്റെ സെൻട്രൽ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അവിടുത്തെ വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി വേവ് ലെങ്ത് എന്താണ്? ഒരു ക്രസ്റ്റും ഒരു ട്രഫും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അവിടുത്തെ വേവ് ലെങ്ത്, ലാംഡ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര വേവുകൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണെന്ന് ഓർമ്മയുണ്ടാകും, ഹെർട്സ് ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ള ടേം എന്ന് പറയുന്ന വെലോസിറ്റി ആണ്. വെലോസിറ്റി ഓഫ് എ വേവ് എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ വേവ് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു, ആ ഒരു സമയത്തിൽ ഒരു സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വെലോസിറ്റി ആയിട്ട് പറയുന്നത്. ദെൻ ലാസ്റ്റ് ടേം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേം എന്ന് പറയുന്നത് വേവ് നമ്പർ ആണ്. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് ആണ്. ഇപ്പോൾ വേവ് ലെങ്ത് ലാംഡ തന്നിട്ടുണ്ട് എങ്കിൽ 1/λ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വേവ് നമ്പർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. വേവ് നമ്പറിന്റെ യൂണിറ്റ് എന്തായിരിക്കും വരിക? ഈ ലാംഡയുടെ യൂണിറ്റ് എന്താണ്? ലാംഡയുടെ യൂണിറ്റ് നാനോമീറ്റർ ആണ് പ്രാക്ടിക്കൽ യൂണിറ്റ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ SI യൂണിറ്റിന്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ്? മീറ്റർ ആയിരിക്കും അതിന്റെ SI യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക, അല്ലെ? മീറ്റർ ആണ് SI യൂണിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ അങ്ങനെയാണെങ്കിൽ വേവ് നമ്പറിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. വേവ് നമ്പറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ഇൻവേഴ്സ് ആണ് കേട്ടോ. മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വേവിനെ സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, വെലോസിറ്റി ആൻഡ് വേവ് നമ്പർ. ഇങ്ങനെ 5 ടേമുകൾ ഉപയോഗിച്ചിട്ടാണ്, 5 ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തു വെച്ചോളാം. ഓക്കെ, ഇതാണ് നമ്മൾ പ്രധാനപ്പെട്ട 5 പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 5 ടേമുകളാണ് ഇത് എന്ന കാര്യം ഓർത്തു വെച്ചോളൂ. ഓക്കെ, സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്, കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി പറയേണ്ടതുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കൺസിസ്റ്റ് ഓഫ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റും മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡും കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കമ്പോണന്റുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ദേ ഓൾസോ പ്രൊപ്പഗേറ്റ് ഇൻ എ ഡയറക്ഷൻ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദിസ് ഫീൽഡ്. അപ്പോൾ ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ വേവിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിന്റെയും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വേവിന്റെ പ്രൊപ്പഗേഷൻ ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. വേവിന്റെ പ്രൊപ്പഗേഷൻ ഈ രണ്ട് കമ്പോണൻസിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും വേവിന്റെ പ്രൊപ്പഗേഷൻ ഉണ്ടാവുക. XYZ ആക്സിസുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് X ആക്സിസിലാണെന്ന് വിചാരിക്കുക, Y ആക്സിസിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എങ്ങനെയൊക്കെയായിരിക്കും? അത് Z ആക്സിസിലായിരിക്കും. അങ്ങനെ മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള വേവുകളാണ് നമ്മൾ ബേസിക്കലി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഓൾ ടൈപ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ട്രാവൽ അറ്റ് ദി സെയിം സ്പീഡ് ഇൻ വാക്യൂം. അല്ലെ? അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെല്ലാം തന്നെ വാക്വത്തിൽ സഞ്ചരിക്കുന്നത് ഏത് സ്പീഡിലാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതായത് വെലോസിറ്റി ഓഫ് ലൈറ്റിന് ഇക്വലന്റ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം എന്ന് പറയുന്നത് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ സി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഈ സി വെലോസിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളും വാക്വത്തിൽ ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു സ്പീഡിലായിരിക്കും എന്ന കാര്യം ഓർത്തിരുന്നോളൂ. ഓക്കെ, ഓൾ ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ട്രാവൽ അറ്റ് ദി സെയിം സ്പീഡ് ഇൻ വാക്വം. വാക്വത്തിൽ മാത്രമാണ് ഈ കേസ്. മീഡിയം മാറുമ്പോൾ അവിടെ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകും. ഓരോ മീഡിയത്തിനും ഓരോ വെലോസിറ്റീസിലായിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ വാക്വത്തില് എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസും അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവും ട്രാവൽ ചെയ്യുന്നത് ഒരേ സ്പീഡിലായിരിക്കും. അതിന്റെ വാല്യൂ എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ ഇത്രയധികം ദൂരം അത് ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ അതാണ് അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആൻഡ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത എങ്ങനെയാന്ന് വെച്ചാൽ, കുറെ സ്റ്റേറ്റ്മെന്റുകളായിരിക്കും മേ ബി തരാം. കുറെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പിന്നെ പ്രോപ്പർട്ടി എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് എന്നുള്ളതൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. കുറെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരി ഏത്, തെറ്റ് ഏത്, ശരിയല്ലാത്തത് ഏത്, തെറ്റല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു രീതിയിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റുകളും ഈ ഡെഫിനിഷനും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് എന്ന കാര്യം ഓർത്തിരുന്നോളാം. ഓക്കെ, ഇനി അവിടെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം. വെലോസിറ്റിയും അതുപോലെ തന്നെ വെലോസിറ്റിയും വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുക. വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റും. വെലോസിറ്റി V ഈക്വൽ ടു വേവ് ലെങ്ത് ലാംഡ ഇൻറ്റു ഫ്രീക്വൻസി ന്യൂ. സോ V ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് നമുക്ക് പറയാൻ പറ്റും. V ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് നമുക്ക് പറയാൻ പറ്റും. ന്യൂ ലാംഡ, V ഈക്വൽ ടു ന്യൂ ലാംഡ, V ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത്? വെലോസിറ്റിയും ഫ്രീക്വൻസിയും അതുപോലെ തന്നെ വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി, ഫ്രീക്വൻസി അതുപോലെ തന്നെ വേവ് ലെങ്ത് ഇവ തമ്മിലുള്ള റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ എങ്ങനെയാ പറയാൻ പറ്റുക? വെലോസിറ്റി V ഈക്വൽ ടു ഫ്രീക്വൻസി ന്യൂ ഇൻറ്റു ലാംഡ. ഫ്രീക്വൻസി ന്യൂ ഇൻറ്റു ലാംഡ. V ഈക്വൽ ടു ന്യൂ ലാംഡ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, V ഈക്വൽ ടു ന്യൂ ലാംഡ. വെലോസിറ്റി ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റും. ആൻഡ് ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. ഫ്രീക്വൻസിയും അതുപോലെ തന്നെ വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. ഫ്രീക്വൻസിയും അതുപോലെ തന്നെ വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, വാക്വത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വാക്വത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടുത്തെ വെലോസിറ്റിയുടെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു. വെലോസിറ്റി ഈക്വൽ ടു എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് വരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ?
ഈ 3 × 10⁸ നമുക്ക് സി എന്ന് വിളിച്ചൂടെ, വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് വിളിച്ചൂടെ. സോ സി ഈക്വൽ ടു എന്തെന്ന് പറയാം, ന്യൂ ഇൻറ്റു ലാംഡ എന്ന് പറയാം. സി ഒരു കോൺസ്റ്റന്റ് ആണല്ലോ, സി ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഞാൻ ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്, ഈ ലാംഡയെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന എന്താ ഇക്വേഷൻ വരുന്നത്, സി ബൈ ലാംഡ ഈക്വൽ ടു ന്യൂ എന്ന് പറയാം അല്ലെ. സി ബൈ ലാംഡ ഈക്വൽ ടു ന്യൂ എന്ന് പറയാം. സി ഒരു കോൺസ്റ്റന്റ് ആയ സ്ഥിതിക്ക് എനിക്ക് ഈ കോൺസ്റ്റന്റ് മാറ്റിയിട്ട് ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇട്ടാൽ എന്താ എഴുതാൻ പറ്റും, 1/λ ഈസ് പ്രൊപ്പോർഷണൽ ടു ന്യൂ എന്ന് പറയാം അല്ലെ. 1/λ ഈസ് പ്രൊപ്പോർഷണൽ ടു ന്യൂ എന്ന് പറയാം. അതായത് വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, മീൻസ് ദാറ്റ് as one increases the other decreases. വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പൊ വേവ് ലെങ്ത് കൂടിയാൽ, ലാംഡ കൂടിയാൽ ഫ്രീക്വൻസി എന്താവും, കുറയും. ഓക്കെ, ഇനി വേവ് ലെങ്ത് കുറഞ്ഞു എന്ന് കരുതുക, വേവ് ലെങ്ത് കുറഞ്ഞു, അപ്പൊ എന്താവും, ഫ്രീക്വൻസി കൂടും. സോ ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് വെച്ചാൽ ഒരാൾ കൂടുമ്പോൾ മറ്റേയാൾ കുറയും. ഓക്കെ, ഇപ്പൊ വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും. ഓക്കെ, അപ്പോ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഓർത്തിരിക്കുക. ലാംഡ കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, അതായത് വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, വേവ് ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. ആൻഡ് ഈ ഒരു ഇക്വേഷൻ എന്താണ്, വി ഈക്വൽ ടു ന്യൂ ലാംഡ, വെലോസിറ്റി ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് വേവ് ലെങ്തും ഫ്രീക്വൻസിയും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഒക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം, വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. സോ വെലോസിറ്റി ഈക്വൽ ടു, വെലോസിറ്റി വി ഈക്വൽ ടു എന്തെന്ന് പറയാം, വെലോസിറ്റി വി ഈക്വൽ ടു എന്തെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി. ഓക്കെ, വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി ആണ് എന്തെന്ന് പറയുന്നത്, വെലോസിറ്റി ആയിട്ട് നമ്മൾ പറയാം. സോ വി ഈക്വൽ ടു ന്യൂ ലാംഡ. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. വി ഈക്വൽ ടു ന്യൂ ലാംഡ എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്ത പറഞ്ഞു, ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും എന്താ, ഫ്രീക്വൻസി എഫ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/λ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫ്രീക്വൻസി താഴേക്കായി പോയി, ഞാനത് മുകളിലോട്ട് എഴുതാം. ഓക്കെ, ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പൊ എന്താ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ഫ്രീക്വൻസി ന്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/λ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, 1/λ ആണ്. എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്, ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും, ഒരാൾ കൂടുമ്പോൾ അടുത്ത ആള് കുറയും. അതാണ് നമ്മളവിടെ മീൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറവും. ഓക്കെ, സോ ഓർത്തിരുന്നോളാം എന്താണ് ഇത് തമ്മിലുള്ള റിലേഷൻ, അതുപോലെ തന്നെ ഇവ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള ഇക്വേഷൻ എങ്ങനെ ഇതിനെ കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. വി ഈക്വൽ ടു ന്യൂ ലാംഡ എന്നുള്ള ഇക്വേഷനും, അതുപോലെ തന്നെ പിന്നെ എന്താ പറയാ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ് എന്നുള്ളതും ഓർത്തിരുന്നോളാം. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് വൺ മോർ തിങ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ നമ്മൾ പറയാറുള്ളത് അത് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടായിരിക്കും, ചെറിയ ചെറിയ വേവ് ലെങ്ത് പാർട്ടിക്കിൾസ് ആയിരിക്കും. ആ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് കൺസിസ്റ്റ് ഓഫ് ഡിസ്ക്രീറ്റ് വേവ് ലൈക്ക് പാർട്ടിക്കിൾസ് കോൾഡ് ഫോട്ടോൺസ്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത് ഫോട്ടോൺ വഴിയാണ്. അതായത് ചെറിയ ചെറിയ പാക്കറ്റ് ഓഫ് എനർജിനെയാണ് നമ്മൾ ഫോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഫോട്ടോണുകളായിട്ടാണ് ട്രാവൽ ചെയ്തു പോകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ആൻഡ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്ന ഫോട്ടോണുകളുടെ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഇ ഈക്വൽ ടു എച്ച് ന്യൂ ആയിരിക്കും. ഇ ഈക്വൽ ടു എച്ച് ന്യൂ ആയിരിക്കും. ന്യൂ എന്ന് പറയുന്നത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീക്വൻസി ആണ് ന്യൂ എന്ന് പറയുന്നത്. ഇ എന്താണ്, എനർജി ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു റിലേഷനിലേക്ക് വരാം. എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. എനർജി എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ് എന്ന് വെച്ചാൽ
വെച്ചാൽ എന്താ, ഫ്രീക്വൻസി കൂടുമ്പോൾ എനർജി കൂടും. ഒരു ഹൈ ഫ്രീക്വൻസി ഉള്ള വേവ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത് എങ്കിൽ അതിന്റെ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. എനർജി വളരെ കൂടുതലായിരിക്കും. സോ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. E ഈക്വൽ ടു എച്ച് ന്യൂ. എച്ച് എന്താ, എച്ച് എന്ന് പറയുന്നതാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. അതിന്റെ വാല്യൂ എത്രയാണ്, 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, തൊട്ട് മുന്നേ നമ്മൾ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. വി ഈക്വൽ ടു ന്യൂ ഇൻറ്റു ലാംഡ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇതിനകത്ത് എനിക്ക് എന്ത് ചെയ്യാം, ന്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതാം. എന്താ, ന്യൂ ഈക്വൽ ടു എന്തെന്ന് പറയാം, വി ബൈ ലാംഡ എന്ന് കൊടുക്കാം അല്ലെ. ന്യൂ ഈക്വൽ ടു വി ബൈ ലാംഡ. ആ വിക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞു, വി എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ആണ്. അതെന്ന് പറയുന്നത് സിക്ക് ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡിന് ഈക്വൽ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ന്യൂ ഈക്വൽ ടു വി ബൈ ലാംഡയ്ക്ക് പകരം നമുക്ക് എന്താ എഴുതാൻ പറ്റും, സി ബൈ ലാംഡ എന്ന് എഴുതിക്കൂടെ അല്ലെ. സി ബൈ ലാംഡ എന്ന് എഴുതാലോ. സോ സി ബൈ ലാംഡ എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ ഇക്വേഷനിൽ ന്യൂവിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് വരും, എനർജി E ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? സോ എനർജി, ഒരു ഫോട്ടോണിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എനർജി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ എനർജി ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് E ഈക്വൽ ടു എച്ച് ന്യൂ. എച്ച് എന്ന് പറയുന്നത് എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസി ആണ്. ഇനി ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസിക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെലോസിറ്റിയുടെയും വേവ് ലെങ്തിന്റെയും ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ, വെലോസിറ്റി ഈക്വൽ ടു ന്യൂ ലാംഡ ആണ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. വെലോസിറ്റി ഈക്വൽ ടു ന്യൂ ലാംഡ, വായിച്ചിട്ടൊന്നുകൂടി പറയാം. വെലോസിറ്റി ഈക്വൽ ടു ന്യൂ ലാംഡ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ന്യൂവിന് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് എന്താ വരിക, വി ബൈ ലാംഡ ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും, ന്യൂ എന്ന് എഴുതാം അല്ലെ. വെലോസിറ്റി ബൈ വേവ് ലെങ്ത് ഈക്വൽ ടു ഫ്രീക്വൻസി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ നമ്മൾ തൊട്ട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണ്, സ്പീഡ് എന്ന് പറയുന്നത് 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ വാല്യൂവിനാണ് നമ്മൾ സി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത് ഫിസിക്സിൽ അല്ലെ. വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വെലോസിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ വരിക, സി ബൈ ലാംഡ ഈക്വൽ ടു ന്യൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. സി ബൈ ലാംഡ ഈക്വൽ ടു ന്യൂ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. സോ സി ബൈ ലാംഡ ഈക്വൽ ടു ന്യൂ എന്ന് കിട്ടി. സി ബൈ ലാംഡ ഈക്വൽ ടു ന്യൂ എന്ന് കിട്ടിയാൽ ഈ സി ബൈ ലാംഡ എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മുടെ ഇക്വേഷൻ എന്താ, E ഈക്വൽ ടു, ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്, E ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. E ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. E ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ന്യൂവിന് പകരം ഞാൻ എന്ത് ചെയ്തു, സി ബൈ ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ E ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതാണ് എനർജിയുടെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനർജിക്ക് നമുക്ക് രണ്ട് ഇക്വേഷനുകളാണ് വരുന്നത്. ഒന്ന് E ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്ന ഒരു ഇക്വേഷനും, അതുപോലെ തന്നെ E ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ എന്ന് പറയുന്ന ഇക്വേഷനും. അപ്പോൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ എനർജി നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക, എനർജി E ഈക്വൽ ടു എച്ച് ന്യൂ എന്നോ അല്ലെങ്കിൽ എനർജി E ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ എന്നോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. വേർ എച്ച് ഈസ് നോൺ ആസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ ഓർത്ത് വെക്കണേ, 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാനുള്ളത്. ഓർത്ത് വെച്ചോളാം എന്തൊക്കെയാണ് നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, വെലോസിറ്റി ആൻഡ് വേവ് നമ്പർ, ഇത്രയും ടേമുകൾ പറഞ്ഞു. പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത് ഏത് സ്പീഡിലാണ്, വാക്വത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത് സി എന്ന് പറയുന്ന 3 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സ്പീഡിലാണ്, വെലോസിറ്റിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്,
വി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് പറയുന്നതാണ് റിലേഷൻ. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വളരെ ഡിസ്ക്രീറ്റ് ഫോമിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ പറഞ്ഞു. എങ്ങനെയാ ആ പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്ന ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോട്ടോണുകൾ എന്ന് പറയുന്നത്, ഫോട്ടോൺസ്. സോ ആ ഫോട്ടോണുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എത്രയാണ് വരുന്നത്, ഇ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് വരും, ഓർ എച്ച് സി ബൈ ലാംഡ എന്ന് വരും. എച്ച് എന്ന് പറയുന്നത് എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്, 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഏത് രീതിയിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്തു പോകുന്നതെന്ന് പറഞ്ഞു. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ കുറെ അധികം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ആ ഒരു ഓർഡറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് waves varying in frequency and wavelength encompassing all forms of electromagnetic radiations. എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ഇപ്പോൾ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഏത് ഓർഡറിലാവാം, ഒന്നുകിൽ ഫ്രീക്വൻസിയുടെ ഓർഡറിലാവാം, അല്ലെങ്കിൽ വേവ് ലെങ്ത്തിന്റെ ഓർഡറിലാവാം. അങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ ആണോ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയിലെയോ വേവ് ലെങ്തിന്റെയോ ഓർഡറിൽ ഇൻക്രീസ് ചെയ്യുന്നതോ ഡിക്രീസ് ചെയ്യുന്നതോ ഏതെങ്കിലും ഒരു ഓർഡറിൽ എന്ത് ചെയ്യാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കുക, ഒരാൾ ആരാ, ഗാമ റേസ് ആണ് ഒരാൾ എന്ന് പറയുന്നത്. അടുത്ത ആള് എക്സ്റേ, പിന്നെ ആരാളുള്ളത്, അൾട്രാ വയലറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരാളുണ്ട് വിസിബിൾ ലൈറ്റ്. ഓക്കെ, അതിനുശേഷം ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. 1, 2, 3, 4, 5, 6, 7 വേവുകളാണ്, 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തേക്ക് വരുന്നത്. ഇതല്ലാത്ത ഒരാളും കൂടി വരാം. അയാളെയാണ് നമ്മൾ കോസ്മിക് റേസ് എന്ന് പറയുന്നത്. കോസ്മിക് റേസ് മേ ബി പരീക്ഷയിൽ ചോദിച്ചേക്കാം, കോസ്മിക് റേസ് എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളത്. കോസ്മിക് റേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ എനർജറ്റിക് ആയിട്ടുള്ള സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോസ്മിക് റേസ് എന്ന് പറയുന്നത്. സോ കോസ്മിക് റേസ് എപ്പോഴും ഉണ്ടാവുന്നത് ഗാമ റേസിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ്. അതായത് കോസ്മിക് റേസ് കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കോസ്മിക് റേസ് വരും, പിന്നെ ഗാമ റേ, പിന്നെ എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിള്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ആൻഡ് റേഡിയോ വേവ്സ്. ഇതാണ് നമ്മളുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഏത് ഓർഡറിലാന്നുള്ളത് നോക്കാം. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ മുകളിലെത്തുമ്പോൾ എന്താണ്, മുകളിൽ കാണിക്കുന്നുണ്ട് ലോങ് വേവ് ലെങ്ത് എന്ന് കാണിക്കുന്നത്. അതായത് റേഡിയോ വേവ്സിനാണ് ഏറ്റവും അധികം വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയോ വേവ്സിനാണ് വേവ് ലെങ്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. റേഡിയോ വേവ്സിനാണ് ഏറ്റവും അധികം വേവ് ലെങ്ത് വരുന്നത്. ഇപ്പോ വേവ് ലെങ്ത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസി എന്തായിരിക്കും, കുറവായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു വേവ് ലെങ്തും അതുപോലെ തന്നെ ഫ്രീക്വൻസി നമ്മുടെ റിലേഷൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താ, വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയും. അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ആൾ ആരാണ്, റേഡിയോ വേവ്സ് ആണ്. ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ള ആൾ ആരാണ്, റേഡിയോ വേവ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ അറ്റത്ത് നിന്ന്, അതായത് ഈ സൈഡിൽ നിന്ന് ഗാമയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ റേഡിയോ വേവിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്, അവിടെ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മുകളിൽ നോക്കിയാൽ മനസ്സിലാവും, വേവിന്റെ ലെങ്ത് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്രയേ ഉള്ളൂ, ചെറിയ ലെങ്ത് ഉണ്ടായിരുന്നത്. ഇങ്ങോട്ട് എത്തുമ്പോൾ എന്തായി, വേവിന്റെ ആ ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കൂടുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ ഒരു എൻഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും, ഗാമ റേസിൽ നിന്ന് റേഡിയോ വേവ്സിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നുണ്ട്, വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വേവ് ലെങ്ത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാ കുറയാ, ഫ്രീക്വൻസി ആണ് കുറയാ. അപ്പൊ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള വേവ് ആരായിരിക്കും, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള വേവ്, ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ആളാരായിരിക്കും, ഏത് വേവ് ആയിരിക്കും, ഈ സീക്വൻസിൽ ആരായിരിക്കും. കോസ്മിക് റേസ് നിങ്ങൾ കൂട്ടണ്ട. അതല്ലാതെ ഇതിൽ ഏറ്റവും ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള വേവ് ആരായിരിക്കും, ഏറ്റവും ഹൈ എനർജി ഉള്ള വേവിന്റെ പ്രത്യേകത എന്താ, അതിന് ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇ ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇപ്പോ ഫ്രീക്വൻസി കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വേവ് ലെങ്ത് ഫ്രീക്വൻസി കൂടുമ്പോൾ എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏറ്റവും കുറവ് ഫ്രീക്വൻസി ആർക്കാണ്, റേഡിയോ വേവിനാണ്. ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി ആർക്കാ വരുന്നത്, ഹൈ ഫ്രീക്വൻസി വരുന്നത് ഗാമ റേസിനാണ്. ഇപ്പൊ ഗാമ റേസിനായിരിക്കില്ല ഏറ്റവും എനർജി ഉള്ള വേവ് എന്ന് പറയുന്നത് അല്ലെ.
ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള വേവ് എന്ന് പറയുന്ന ആരായിരിക്കും? ഗാമ റൈസ് ആയിരിക്കും. കാരണം എന്താ? അതിന്റെ വേവ് ലെങ്ത് വളരെ കുറവാണ്. സോ ഗാമ റൈസ്, അത് കഴിഞ്ഞിട്ട് എക്സ്റേ, പിന്നെ അൾട്രാ വയലറ്റ്, പിന്നെയാണ് ആര് വരുന്നത്? വിസിബിൾ ലൈറ്റ് വരുന്നത്. വിസിബിൾ ലൈറ്റിന്റെ ഫീച്ചർ എന്താ? നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ച എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഇവിടെ സാധ്യമാക്കുന്നത് ആരാണ്? വിസിബിൾ ലൈറ്റ് ആണ്. കാഴ്ച എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ സെൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഒരാളെ ഇവിടെ പ്രാപ്തമാക്കുന്നത് ആരാണ്? വിസിബിൾ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. സോ വിസിബിൾ ലൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ സ്പെക്ട്രത്തിനകത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, വിത്ത് നേക്കഡ് ഐസ് വെച്ച് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത് ആരാണ്? വിസിബിൾ ലൈറ്റ് ആണ്. സോ വിസിബിൾ ലൈറ്റിൽ നോക്കുക, വിബ്ജിയോർ ആയിരിക്കും ഉണ്ടാവുക അല്ലെ? വിസിബിൾ ലൈറ്റിൽ ആരാ ഉണ്ടാവുക? വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിബ്ജിയോർ. ഓക്കെ, അപ്പോ അൾട്രാ വയലറ്റിനോട് ചേർന്നിട്ട് ആരാണ്ടാവുക? വയലറ്റ് ലൈറ്റും. ഇൻഫ്രാറെഡിനോട് ചേർന്നിട്ട് ആരാണ്ടാവുക? റെഡ് ലൈറ്റും ആണ്, റെഡ് കളറും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാല്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഓർഡർലി അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇനി ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള വേവ് ആരാണ്? ഗാമ റേസ് ആണ് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള വേവ് എന്ന് പറയുന്നത്. അതിന്റെ ഫ്രീക്വൻസി എന്താണ്? വളരെ കൂടുതലാണ്. അവിടെ നോക്കിയാ വാല്യൂ കൊടുത്തിട്ടുണ്ട്, 10⁻24 ഹെർട്സ് ആണ്. 10⁻24 ഹെർട്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഗാമ റേസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നേരെ ഇങ്ങടേക്ക് വരിക, റേഡിയോ വേവിന്റെ കേസിലേക്ക് വരിക. റേഡിയോ വേവിൽ എത്ര ഫ്രീക്വൻസി കൊടുത്തിട്ടുള്ളത്? 10⁻2 ഹെർട്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ഫ്രീക്വൻസി കൂടുതലുള്ള ആൾ ആരാണോ അയാൾക്കാണ് ഏറ്റവും അധികം എനർജി ഉണ്ടാവുക. സോ ഗാമ റേസിനാണ് എന്ത്? ഏറ്റവും അധികം എനർജി ഉണ്ടാവുന്നത്. കാരണം ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. റേഡിയോ വേവ്സിന് എനർജി കുറവായിരിക്കും. പക്ഷെ അവിടെ എന്തുണ്ട്? വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? റേഡിയോ വേവ്സിനാണ്. ഓക്കെ, വേവ് ലെങ്ത് കൂടുതൽ റേഡിയോ വേവ്സിനാണ്, വേവ് ലെങ്ത് ഏറ്റവും കുറവ് ഗാമ റേസിനാണ്. ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരാൻ സാധ്യതയുള്ള റേഡിയേഷനുകളാണ് അല്ലെങ്കിൽ വേവുകളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഏതൊക്കെ റേസ് ആണ് വരുന്നത്, അതിന്റെ ഒരു ഓർഡർ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഈ ഓർഡർ തന്നിട്ട് ഏതാണ് കറക്റ്റ് ഓർഡർ എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഓർഡർ ഗാമ റേ, എക്സ്റേ, അതുപോലെ തന്നെ അൾട്രാ വയലറ്റ്, വിസിബിള്, ദെൻ ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഈ ഓർഡർ എന്തിന്റെ ഓർഡറിലാണ്? വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓർ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താണ്? ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസി കുറയുന്ന ഓർഡറിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ വേവ് ലെങ്ത് കൂടിയ ഓർഡറിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും, വേവ് ലെങ്ത് കൂടുന്ന ഓർഡറിൽ എന്ന് പറയാൻ പറ്റും, ഓർ അതർവൈസ് ഫ്രീക്വൻസി കുറയുന്ന ഓർഡറിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ആ രീതിയിൽ ഏതെങ്കിലും ഒരു ഓർഡർ അറിഞ്ഞിരിക്കുക. ഇപ്പൊ ഗാമ റേസ്, എക്സ്റേ, അൾട്രാ വയലറ്റ്, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്, ഇങ്ങനെയാണ് നമ്മളുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകൾ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പറഞ്ഞ കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുള്ളൂ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കൺസിസ്റ്റ് ഓഫ് വേവ്സ് വേരിയിങ് ഇൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് എൻകോമ്പസിംഗ് all forms of electromagnetic radiations. എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെയും ഒരു ഓർഡറിൽ, ഫ്രീക്വൻസിയുടെയോ വേവ് ലെങ്തിന്റെയോ ഒക്കെ ഒരു ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെയും വെക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ ദ അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അക്കോർഡിംഗ് ടു ദി വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. Electromagnetic spectrum. And the electromagnetic spectrum, the arrangement of different types of electromagnetic radiations according to the wavelength or frequency. വേവ്ലെങ്തിന്റെയോ ഫ്രീക്വൻസിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് ആരൊക്കെയാ ഉള്ളത്? സോ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇൻക്ലൂഡ്സ് വേരിയസ് ടൈപ്സ് ഓഫ് റേഡിയേഷൻ സച്ച് ആസ് റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ്റേസ് ആൻഡ് ഗാമ റേസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡർ തിരിച്ചു പറഞ്ഞു എന്നുള്ളൂ. നേരത്തെ ഇങ്ങേ അറ്റത്താണ് നമ്മൾ ആരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റേഡിയോ വേവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? റേഡിയോ വേവ് ഇവിടെ ലാസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ തിരിച്ചു പറഞ്ഞു റേഡിയോ വേവ്, മൈക്രോവേവ്, IR, ഇൻഫ്രാറെഡ്, വിസിബിൾ, അൾട്രാ വയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ് എന്ന് തിരിച്ചു പറഞ്ഞു. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ വിസിബിൾ ലൈറ്റ് ബിലോങ്സ് ടു ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഓഫ് എ പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് വേവ് ലെങ്ത് ദാറ്റ് സ്റ്റിമുലേറ്റ്സ് ദി സെൻസ് ഓഫ് ലൈറ്റ്. കാഴ്ച എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രകാശം എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് നമ്മൾ പറയുന്നത് എപ്പോഴും എന്തിനെയാണ്? വിസിബിൾ ലൈറ്റിനെയാണ് നമ്മൾ പറയുന്നത്. വിബ്ജിയോ എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് ആയിട്ട് നമ്മൾ
ആ കാറ്റഗറിയിൽ പിന്നെ സെൻസ് ഓഫ് ലൈറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നത് വിസിബിൾ ലൈറ്റ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ദെൻ ദ റീജിയൻ എബവ് ദി വിസിബിൾ ലൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എബവ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ കേട്ടോ. റീജിയൻ എബവ്, ഇപ്പറ സൈഡിൽ. അപ്പോൾ അൾട്രാ വയലറ്റ്, എക്സ് റേസ്, ഗാമ റേസ് ആണ് വിസിബിൾ ലൈറ്റിന് മുമ്പുള്ള ആളുകൾ എന്ന് പറയുന്നത്. വിസിബിൾ ലൈറ്റിന് ശേഷം വരുന്ന ആളുകൾ ആയിരിക്കാം ദ റീജിയൻ ബിലോ ദ വിസിബിൾ ലൈറ്റ് ആരാ? ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ആൻഡ് റേഡിയോ വേവ്. അല്ലെ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്സ് ആണ് അതിന്റെ ഇപ്പറ സൈഡിലേക്ക് വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ വിസിബിൾ ലൈറ്റ് ആണ് നമ്മുടെ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത് ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഇപ്പറ സൈഡിലേക്ക് അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമ റേസ്. ഇപ്പൊ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക, ഇത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലെങ്ത് കൂടുക എന്ന് പറയുമ്പോൾ കുറെ ദൂരം ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആ ഒരു രീതിയിൽ ഉൾക്കൊണ്ടാൽ മതി. ഓക്കെ, ഇപ്പൊ റേഡിയോ കമ്മ്യൂണിക്കേഷൻ മീൻസ് നമ്മൾ റേഡിയോ വേവ്സ് ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേഷൻ പർപ്പസുകൾ, റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പൊ അവിടെ നമുക്ക് കുറെ ദൂരം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ എന്ത് ചെയ്യണം, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ വേവ് ലെങ്ത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, കുറെ ദൂരം ട്രാവൽ ചെയ്യേണ്ടതുകൊണ്ട് അതിന്റെ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ദെൻ എക്സ്റേ എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോൺസിന്റെ ഒക്കെ പിന്നെ പിക്ചർ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെ, നമ്മൾ എക്സ്റേ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ തുളച്ച് കയറണമെങ്കിൽ അതിന് അത്രയും എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണ്. അല്ലെ, ഹൈ എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണ്. അപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ എക്സ്റേ, ഗാമ റേ എന്നൊക്കെ പറയുമ്പോൾ എനർജി കൂടുതലായിരിക്കും. എനർജി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസി കൂടും, വേവ് ലെങ്ത് കുറവായിരിക്കും. അത് ഓർത്തിരുന്നു കേട്ടോ ആ രീതിയിൽ. പിന്നെ ചിലപ്പോൾ ചോദിക്കും ഏതാണ് ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള വേവ് എന്നൊക്കെ മേ ബി ചോദിക്കാം തന്നിട്ടുള്ളതിൽ. അപ്പൊ ആ രീതിയിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ ഇത് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ റീജിയൻ ബിലോ ദി വിസിബിൾ ലൈറ്റിന് നമ്മൾ പറഞ്ഞു ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ് ആണ് വിസിബിൾ ലൈറ്റിന് ശേഷം വരുന്ന ഭാഗം എന്ന് പറയുന്നത്. വിസിബിൾ ലൈറ്റിന് മുന്നേ വരുന്ന ആരൊക്കെയാണ്? അൾട്രാ വയലറ്റ്, എക്സ്റേ, അതുപോലെ തന്നെ ഗാമ റേസ് ആണ്. ആൻഡ് ഒരാളെ കൂടി ഇവിടെ ഉണ്ട്. ഗാമ റേസിന്റെ ഇപ്പുറത്ത് ചിലപ്പോ കോസ്മിക് റേസ് എന്ന് പറയുന്ന ഒരാളും കൂടി വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോ ചോദിക്കാം. പക്ഷെ നമ്മുടെ അധിക റെഫറൻസ് ടെക്സ്റ്റിലും ഈ ഗാമ റേസ് വെച്ച് നിന്നിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ആർക്കെങ്കിലും തോന്നുകയാണ് എന്നാ പിന്നെ ഇതും കൂടി അങ്ങ് ചോദിച്ചാലോ എന്ന് തോന്നിയാൽ കോസ്മിക് റേസ് കൂടിയുണ്ട്. കോസ്മിക് റേസ് ആണ് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള വേവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതിനുശേഷം ഗാമ റേസ് ആണ് എനർജി ഏറ്റവും കൂടുതലായിട്ടുള്ള വേവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോ തന്നിട്ടുള്ളതിൽ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള വേവ് ഏതാണ്? ഇപ്പൊ പറയാണ് താഴെ തന്നിട്ടുള്ള ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ, ബി, സി, ഡി എന്ന് പറയുന്ന 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എയിൽ പറയാണ് മൈക്രോവേവ്, ബി എന്ന് പറയുന്ന ഇൻഫ്രാറെഡ്, സി എന്ന് പറയുന്ന അൾട്രാ വയലറ്റ് തന്നിട്ടുണ്ട്. ദെൻ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത് കോസ്മിക് റേസ് ആണ് തന്നിട്ടുണ്ടെന്ന് ചോദിക്കും. കോസ്മിക് റേസ് ആണ് തന്നിട്ടുള്ളതെന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള വേവ് എന്ന് പറയുന്നത് ആരായിരിക്കും? കോസ്മിക് റേസ് ആയിരിക്കും. അല്ലെ, തന്നിട്ടുള്ളതിൽ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള വേവ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്മിക് റേസ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കോസ്മിക് റേസ് ആണ്. ഇനി അല്ല, കോസ്മിക് റേസ് ഇല്ല, പകരം ഗാമ ആണുള്ളതെങ്കിൽ ഗാമ റേസ് ആയിരിക്കും ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള വേവ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? സോ കോസ്മിക് റേസ് എന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കോസ്മിക് റേസ് ആയിരിക്കും ഹൈ എനർജറ്റിക് ആയിട്ടുള്ള വേവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. കോസ്മിക് റേസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഗാമ റേസ് ആയിരിക്കും ഏറ്റവും ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള വേവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ അധിക റെഫറൻസ് ടെക്സ്റ്റുകളിലും ഗാമ റേസ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളത് ചോദിക്കാൻ കോസ്മിക് റേസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീമുമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, ഗാമ റേസ് എന്നുള്ള ഓപ്ഷനും കോസ്മിക് റേസ് എന്നുള്ള ഓപ്ഷനും കൂടിയാണ് വരുന്നതെങ്കിൽ കോസ്മിക് റേസ് ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലായിട്ട് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓർമ്മയിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞു, അതിനെ ഒന്നുകൂടി നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഗാമ റേസിനാണ് ഫ്രീക്വൻസി കൂടുതൽ. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറവായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റേഡിയോ വേവിനാണ് ഫ്രീക്വൻസി കുറവ്. ഓക്കെ, ലോ ഫ്രീക്വൻസി, ഹയസ്റ്റ് വേവ് ലെങ്ത്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്. റേഡിയോ വേവ്സിനാണ് ഏറ്റവും കുറവ് ഫ്രീക്വൻസി ആൻഡ് ഏറ്റവും അധികം വേവ് ലെങ്ത് ഉള്ളത് മാർക്കാണ് റേഡിയോ വേവ്സിനാണ് എന്ന കാര്യം ഓർമ്മയിൽ വെച്ചുകൂടാം. ഓക്കെ ആണല്ലോ. ഇനിയാണ് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, നമുക്കൊരു സാമ്പിൾ ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സാമ്പിൾ ഉണ്ടെന്ന് കരുതുക. ഈ സാമ്പിളിനകത്തേക്ക് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്ന് പതിച്ചു. സോ നമുക്ക് എന്ത് കിട്ടും? ഒരു റിസൾട്ടന്റ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ കിട്ടും. ഓക്കെ, അതിന് നമ്മൾ സ്പെക്ട്രം എന്നാ പറയാം. ഓക്കെ, സ്പെക്ട്രം കിട്ടും. ആ സ്പെക്ട്രത്തെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെറ്റീരിയലിന്റെ സ്ട്രക്ചർ, ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഏതെങ്കിലും തരത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഈ കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ടാണ്. ഓക്കെ, സോ അങ്ങനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ
ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ നോക്കുക. When an electromagnetic wave pass through a material, certain wavelengths get absorbed. These absorbed wavelengths can be detected using a spectrometer. ഇപ്പോൾ ഒരു മെറ്റീരിയൽ, ഞാൻ നേരത്തെ പറഞ്ഞു എ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, ഒരു സാമ്പിൾ ഉണ്ട്. ഈ സാമ്പിളിനകത്തേക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വന്ന് പതിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്ന് പതിച്ചു എന്ന് കരുതാം. സോ ആ വേവ് ലെങ്തിനെ ചിലപ്പോൾ അതെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ഓക്കെ, ആ വരുന്ന വേവ് ലെങ്തിനെ ആ മെറ്റീരിയൽ അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യും. ആ റിസൾട്ടിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്നത്. സ്പെക്ട്രോമീറ്റർ. സോ ദീസ് അബ്സോർബ്ഡ് വേവ് ലെങ്ത് ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് എ സ്പെക്ട്രോമീറ്റർ. ഒരു സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നമ്മുടെ മെറ്റീരിയലിന്റെ റിസൾട്ടിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്കതൊരു ഒരു സെർട്ടൈൻ പാറ്റേൺ ആയിരിക്കും നമുക്ക് കിട്ടുക. എങ്ങനെയാണ് റേഡിയേഷൻ അബ്സോർബ് ചെയ്തത് എന്നുള്ള ഒരു പാറ്റേണിലായിരിക്കും കിട്ടുക. സോ ദ പാറ്റേൺ ഷോയിങ് ഹൗ മച്ച് റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് അറ്റ് ഈച്ച് വേവ് ലെങ്ത് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു സ്പെക്ട്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ, അതായത് ലൈറ്റ് എന്ത് ചെയ്യാണ്, ലൈറ്റ് മീൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വന്ന് പതിക്കുകയാണ്. അതിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഏതെങ്കിലും ഒരു റേഡിയേഷൻ വന്ന് പതിക്കുന്നു. സോ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള റീജിയനിലുള്ള ലൈറ്റിനെ അല്ലെങ്കിൽ റേഡിയേഷനെ ആ മെറ്റീരിയൽ അബ്സോർബ് ചെയ്തു എന്ന് കരുതാം. അബ്സോർബ് ചെയ്യുമ്പോൾ പുറത്തേക്ക് നമുക്കൊരു റിസൾട്ട് കിട്ടുമല്ലോ. ആ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, സ്പെക്ട്രോമീറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എങ്ങനെ കിട്ടുന്ന, മെറ്റീരിയൽ അബ്സോർബ് ചെയ്തിട്ട് കിട്ടുന്ന സ്പെക്ട്രത്തിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. മെറ്റീരിയൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ അബ്സോർബ് ചെയ്ത ശേഷം കിട്ടുന്ന സ്പെക്ട്രത്തിന് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നാ പറയാം. ഇനി ഇതേപോലെ തന്നെ എമിഷൻ സ്പെക്ട്രം ഉണ്ട്. എന്താ എമിഷൻ സ്പെക്ട്രം? അപ്പോ അതായത് വരുന്നു, ഒരു ലൈറ്റിനെ മാത്രം എമിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റേഡിയേഷനെ മാത്രം എമിറ്റ് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷനെ മാത്രം എമിറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു സ്പെക്ട്രം കിട്ടുമല്ലോ. ആ സ്പെക്ട്രത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് നമ്മൾ എമിഷൻ സ്പെക്ട്രം എന്നാ പറയാം. എമിഷൻ സ്പെക്ട്രം. ഓക്കെ, അങ്ങനെ രണ്ട് ടൈപ്പ് സ്പെക്ട്രങ്ങളാണുള്ളത്. അതായത് നമുക്കിവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തെ കുറിച്ചാണ്. സോ ദ പാറ്റേൺ ഷോയിങ് ഹൗ മച്ച് റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് അറ്റ് ഈച്ച് വേവ് ലെങ്ത് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓക്കെ, ഏത് പാറ്റേൺ ആണ് അല്ലെങ്കിൽ വരുന്ന പാറ്റേൺ എന്താണ് എന്നുള്ളതിനെ കുറിച്ച്, അത് അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ പാറ്റേൺ നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.